നമസ്കാരം. യൂറോപ്യൻ യൂണിയന് മേൽ 25% അധിക തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാര ബന്ധം വീണ്ടും കടുത്ത സംഘർഷത്തിലേക്ക് നീങ്ങുന്ന നിർണായക ഘട്ടത്തിലാണ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ കാറുകൾക്ക് 25% താരിഫ് ഉയർത്തുമെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. പുറമേ നോക്കുമ്പോൾ ഇതൊരു സാമ്പത്തിക തീരുമാനമായി തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ ആഴത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളും ആഗോള ശക്തി സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട ഗൂഢലക്ഷ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര ബന്ധങ്ങളിൽ ഒന്നായ അമേരിക്ക യൂറോപ്പ് ബന്ധം ഇതോടെ വീണ്ടും അനിശ്ചിതത്വത്തിന്റെ വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണ്. യൂറോപ്പിൽ നിന്ന് യുഎസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും ട്രക്കുകൾക്കുമാണ് ട്രംപിന്റെ പുതിയ താരിഫ് ഭീഷണി. തന്റെ സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം പുറത്തുവന്നത്. അടുത്ത ആഴ്ച മുതൽ പുതിയ തീരുവ പ്രാബല്യത്തിൽ വരും. യുഎസുമായുള്ള വ്യാപാര കരാർ പാലിക്കാത്തതിനാലാണ് നടപടിയെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. അതേസമയം കാറുകളും ട്രക്കുകളും യുഎസിലെ പ്ലാന്റുകളിൽ നിർമ്മിക്കുകയാണെങ്കിൽ തീരുവ ചുമത്തില്ല എന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ യൂറോപ്യൻ യൂണിയനുമായി ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് ഇറക്കുമതി തീരുവ പരമാവധി 15%-ആയാണ് നിശ്ചയിച്ചിരുന്നത്. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് നിലവിലെ നികുതി 15%-ൽ നിന്ന് 25%-ആയി ഉയർത്തുമെന്ന പ്രഖ്യാപനം യൂറോപ്യൻ യൂണിയനെ നേരിട്ട് സമ്മർദ്ദത്തിലാക്കാനുള്ള ട്രംപിന്റെ നീക്കമാണ്. വ്യാപാര കരാർ പാലിക്കുന്നില്ല എന്ന് ആരോപിച്ച് എടുത്ത ഈ തീരുമാനം യഥാർത്ഥത്തിൽ അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപിന്റെ ദീർഘകാല സാമ്പത്തിക തന്ത്രത്തിന്റെ പുതിയ രൂപമാണ്. യൂറോപ്യൻ വാഹന നിർമ്മാതാക്കളെ അമേരിക്കയിൽ തന്നെ ഉൽപാദനം നടത്താൻ നിർബന്ധിതരാക്കുകയും ആഭ്യന്തര തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാമെന്ന വാഗ്ദാനം ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ ഇതിന് പിന്നിലെ രാഷ്ട്രീയ കണക്കുകൂട്ടൽ അതിലുപരി സങ്കീർണമാണ്. ഇറാനുമായുള്ള സംഘർഷത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകിയില്ല എന്ന അസന്തോഷം ട്രംപ് ഭരണകൂടത്തിൽ ശക്തമാണ്. അതിനാൽ ഈ താരിഫ് വർധനവ് ഒരു സാമ്പത്തിക പ്രതികാര നടപടിയായി കൂടി വിലയിരുത്തേണ്ടി വരും. ജർമ്മനിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ പോകുന്ന പോലെയുള്ള നീക്കങ്ങളോടൊപ്പം നോക്കുമ്പോൾ യൂറോപ്പിനെ പല തട്ടുകളിൽ സമ്മർദ്ദത്തിലാക്കാനുള്ള ഏകോപിത തന്ത്രത്തിന്റെ ഭാഗമാണ് ഇത്. അമേരിക്കയെ എതിർക്കുകയോ അവഗണിക്കുകയോ ചെയ്താൽ വില കൊടുക്കേണ്ടി വരുമെന്ന ശക്തമായ ഭീഷണിയാണ് ഇതിലൂടെ ട്രംപ് നൽകാൻ ശ്രമിക്കുന്നത്. ഈ നീക്കത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും അതീവ ഗൗരവമുള്ളവയാണ്. യൂറോപ്യൻ വാഹന നിർമ്മാതാക്കൾക്ക് അമേരിക്കൻ വിപണിയിൽ വില വർദ്ധിക്കുകയും വിൽപ്പന കുറഞ്ഞേക്കുകയും ചെയ്യും. ചില കമ്പനികൾ ഇതിനകം തന്നെ ഉൽപാദനം അമേരിക്കയിലേക്ക് മാറ്റാനുള്ള സാധ്യത പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം യൂറോപ്യൻ യൂണിയൻ തിരിച്ചടിക്കാനുള്ള സാധ്യതയും ശക്തമാണ്. ഇതൊരു പൂർണ്ണമായ വ്യാപാര യുദ്ധത്തിലേക്ക് മാറാൻ ഇടയാക്കും. ലോക വ്യാപാര വ്യവസ്ഥയിൽ വലിയ അസ്ഥിരത സൃഷ്ടിക്കാനും ഇതിന് കഴിയും. പ്രത്യേകിച്ച് അമേരിക്ക യൂറോപ്പ് വ്യാപാരം $1 ട്രില്യൺ തലത്തിൽ ഉള്ളതിനാൽ നയതന്ത്ര തലത്തിലും ഈ തീരുമാനം വലിയ ആഘാതമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. അമേരിക്കയുടെ വിശ്വാസ്യതയും കരാർ പാലന ശേഷിയും ചോദ്യം ചെയ്യപ്പെടുകയാണ്. യൂറോപ്യൻ നേതാക്കൾക്ക് ഇതൊരു ദ്രോഹമായി തോന്നും. സാമ്പത്തിക സംഘർഷം സൈനിക സഖ്യങ്ങളിലേക്കും പ്രത്യേകിച്ച് നാറ്റോ പോലുള്ള സംവിധാനങ്ങളിലേക്കും വ്യാപിക്കാനുള്ള സാധ്യതയും ഇതോടെ ഉയർന്നിരിക്കുകയാണ്. ഇതോടെ പാശ്ചാത്യ സഖ്യത്തിന്റെ ഏകോപനം ദുർബലമാകാൻ ഇടയാകും. ആകെ കൂടി നോക്കുമ്പോൾ യൂറോപ്യൻ കാറുകൾക്ക് 25% താരിഫ് ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ തീരുമാനം ആഭ്യന്തര രാഷ്ട്രീയ നേട്ടം ഉറപ്പാക്കൽ, യൂറോപ്പിനെ സമ്മർദ്ദത്തിലാക്കൽ, ആഗോള ശക്തി സമവാക്യം പുനർനിർവചിക്കൽ, ഈ 3 ലക്ഷ്യങ്ങളും ഒരുമിച്ചുള്ള ഒരു ശക്തമായ നീക്കമാണ്. എന്നാൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ദീർഘകാലത്തിൽ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും അന്താരാഷ്ട്ര ബന്ധങ്ങൾക്കും ഗുരുതരമായ ആഘാതം സൃഷ്ടിക്കാൻ ഇടയുണ്ട്. ഇതോടെ ഒരു നിർണായക ചോദ്യം ഉയരുകയാണ്. ട്രംപിന്റെ ഈ ആക്രമണാത്മക സാമ്പത്തിക തന്ത്രം അമേരിക്കയെ കൂടുതൽ ശക്തമാക്കുമോ അല്ലെങ്കിൽ ലോകത്തെ കൂടുതൽ വിഭജിക്കുമോ?